നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. KSRTCയിൽ സ്ത്രീകൾക്ക് UDF വാഗ്ദാനം ചെയ്ത സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സിൽ മാത്രം. അടുത്ത തിങ്കളാഴ്ച മുതൽ നടപ്പാക്കും. അന്തിമ തീരുമാനം മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ. 100 ദിവസം പഠിച്ച ശേഷം രണ്ടാം ഘട്ടം നടപ്പാക്കും. ട്രാൻസ്ജെൻഡറുകൾക്കും യാത്രാ സൗജന്യം. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് സിംഗുകണ്ടം സ്വദേശി മാരി. ആക്രമണം മകനെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ. കുഞ്ഞിനും പരിക്ക്. പ്രതിഷേധവുമായി നാട്ടുകാർ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. വിശദമായി വാദം കേൾക്കാമെന്ന് കോടതി. സംസ്ഥാനത്ത് ശക്തമായ മഴയിൽ കനത്ത നാശനഷ്ടം. തിരുവനന്തപുരം പട്ടം ഗേൾസ് സ്കൂളിലെ മതിൽ തകർന്നു വീണു. പത്തനംതിട്ട കൂടൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലേക്ക് ആൽമരം വീണു. പാലക്കാട് കുഴൽമന്നത്ത് കിണർ ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വൈകിട്ട്. SIT സമർപ്പിച്ച ഫോറൻസിക്സ് തുടരന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിക്കും. പരസ്പരം മിസൈൽ ആക്രമണം നടത്തി ഇസ്രയേലും ഇറാനും. പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിൽ. ഇറാനെ ചാരമാക്കുമെന്ന് ഇസ്രയേൽ. സംയമനം പാലിക്കണമെന്ന് ട്രംപ്. വ്യോമപാത 72 മണിക്കൂർ നേരത്തേക്ക് അടച്ച് ഇറാഖ്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ രാജ്യം വിടണമെന്ന് ഇന്ത്യൻ എംബസി. UDF സർക്കാർ വാഗ്ദാനം ചെയ്ത സ്ത്രീകൾക്കുള്ള KSRTCയിലെ സൗജന്യ യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറിയിൽ മാത്രം. 100 ദിവസം ഇത് പഠിക്കും. അതിനുശേഷം രണ്ടാം ഘട്ടം നടപ്പാക്കും. KSRTCക്കുള്ള തിരിച്ചടവ് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ ധനകാര്യ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിയുമായി ഇന്ന് ചർച്ച നടത്തി. 15 മുതൽ സൗജന്യ യാത്ര ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. അന്തിമ തീരുമാനം ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലായിരിക്കും. ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യമായിരിക്കുമെന്നും CP ജോൺ അറിയിച്ചു. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. സിംഗുകണ്ടം സ്വദേശി വെള്ളസ്വാമിയുടെ മകൾ മാരിയാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. മകനെ സ്കൂളിലേക്ക് വിടുന്നതിനായി പോകുന്നതിനിടയിൽ സിംഗുകണ്ടം ട്രാൻസ്ഫോമർ വളവിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചത്. മകനും പരിക്കേറ്റു. യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതിഷേധവുമായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസം ആന നോക്കാൻ പറഞ്ഞു. മെസ്സേജ് ഒക്കെ ഇട്ടു. അങ്ങനെ വഴി കൂടി സ്കൂളിൽ അവന്റെ മോൻ ഉണ്ടാകാൻ വരുന്ന സമയത്താണ് പുള്ളിക്കാർക്ക്. കൂടുതൽ വിവരങ്ങളുമായി MC ബോബൻ ചേരുകയാണ്. ബോബൻ, ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണം നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. പ്രതിഷേധം സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ? മയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഭവം ഉണ്ടായ സ്ഥലത്താണ്. ചിന്നക്കനാൽ സിംഗുകണ്ടം റോഡിൽ വെച്ചാണ് ഈ ദുരന്തമുണ്ടായത്. ഇവിടെയാണ് ഈ വീട്ടമ്മയും അതോടൊപ്പം തന്നെ കുട്ടികളും കാട്ടാനയുടെ ആക്രമണത്തിന് ഇരകളായത്. സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ മാരി കൊല്ലപ്പെട്ടത്. 2 കുട്ടികളാണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഇതിൽ ആൺകുട്ടിക്കാണ് ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഇവിടെ ഇപ്പോൾ ഇവരുടെ അയൽവാസികളും നാട്ടുകാരും തൊഴിലാളികളുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. എന്താ സംഭവിച്ചത്? எங்களுக்கு ரோடு வேணும். ரோடு இல்லாமல் தான் படிக்கிறது பிள்ளைங்க ஒரு 3-4 ஒரு 10 பிள்ளைகளுக்கு மேலே பிள்ளைங்க இருக்குது. வண்டி வசதி இல்லை எங்களுக்கு. ரோடு போட்டு கொடுத்தாச்சுன்னா ஒரு ஃபோன் பண்ணிச்சா வண்டிக்காரங்க வந்தாங்கன்னா வண்டியில் வந்துடுவாங்க. வண்டி வந்திருந்தா இன்றைக்கி இந்த அவஸ்தை வந்திருக்காது. வண்டி ரோடு சரி இருந்திருந்தா இந்த மாதிரி வந்திருக்காது. வண்டியில் வந்திருப்பாங்க. வண்டியிலாம் மழைனால நடந்து வரப்போ தான் மழையும் மஞ்சும் காத்திருந்ததுனால ஆனன்னு தெரியலை. ஃபாரஸ்டார் செய்யலையா? ஃபாரஸ்ட்காரெலாம் எங்களுக்கு கூப்பிடலை. கூப்பிட்டு யாருமே சொல்ல ஆனங்க நிற்கின்னு சொல்லலை.
ഇവര് വനംവകുപ്പിനെതിരെ തന്നെയാണ് ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്നത്. വനംവകുപ്പ് ഇത് സംബന്ധിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ കുട്ടികളുമായി പോകുന്നവർ രക്ഷിതാക്കൾ കൂടെ പോകണം എന്നൊരു അറിയിപ്പ് മാത്രമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവർക്ക് വാട്സാപ്പ് മെസ്സേജ് നൽകിയത്. എന്നാൽ ഈ രക്ഷിതാക്കൾ കൂടെ പോയാൽ പോലും ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല. ഇത് തന്നെയാണ് ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചേരാൻ പ്രധാന കാരണം. അതുപോലെ തന്നെ ഇവിടേക്ക് വാഹന സൗകര്യമില്ല. ഒരു ജീപ്പോ മറ്റ് സൗകര്യമോ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികളെ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവർക്ക് ആ വാഹനത്തിൽ കുട്ടികളെ കൊണ്ടുപോയി സ്കൂളിൽ എത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുള്ള ഒരവസ്ഥ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ പ്രതിഷേധമാണ് ഈ മേഖലയിൽ ഉയർന്നത്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തിരികെ എത്തിച്ചാലും ഇവർ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഇത് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ അനുവദിക്കൂ എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ 2 മണിക്ക് ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ വനംവകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിക്കുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. മായ. MC ബോബനാണ് വിവരങ്ങൾ നൽകിയത്. ചിന്നക്കനാലിലെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. MG സർവകലാശാല സെനറ്റ് പുനഃസംഘടനയിൽ ചാൻസലർ സംഘപരിവാർ പ്രതിനിധികളെ തിരികെ കയറ്റിയെന്ന് ആരോപണം. SFIയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് മാർച്ച് നടന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വത്തിൽ അടിയന്തരമായി മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് എന്തിനാണ് ഈ ഒരു മാർച്ച് എന്നുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ. നടി ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് വിവാദം പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറി. നടിയുടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. മുൻപ് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നൽകിയ നടിയുടെ ഹർജിയെ തുടർന്ന് ഹൈക്കോടതിയിൽ രൂപീകരിച്ച പ്രത്യേക സമിതിയിൽ അംഗമായിരുന്നതുകൊണ്ടാണ് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ പുതിയ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയത്. കൂടുതൽ വിവരങ്ങളുമായി ഹൈക്കോടതിയിൽ നിന്ന് അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ്. രാജേഷ്, നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ മെമ്മറി കാർഡ് വിവാദം പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറിയിരിക്കുകയാണ്. എന്ത് കാരണങ്ങളാണ് ജഡ്ജി പറയുന്നത്? ഒപ്പം ഇനിയിപ്പോൾ ഹർജി മറ്റൊരു ബെഞ്ച് പരിഗണിക്കേണ്ടി വരില്ലേ? നിശ്ചയമായ ഇതിനു മുൻപ് തന്നെ ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ഈ രജിസ്ട്രാർക്ക് എന്തെങ്കിലും പരാതി നൽകിയിരുന്നോ, അല്ലാതെ ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽക്ക് എന്തെങ്കിലും പരാതി നൽകിയിരുന്നോ, മറ്റേതെങ്കിലും ഹർജി ഫയൽ ചെയ്തിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇത് ഇന്ന് തന്നെ വാദം കേൾക്കാമെന്നുള്ള ഒരു രീതിയിൽ, വിശദമായ വാദം കേൾക്കാമെന്നുള്ള രീതിയിൽ ഹർജി എടുത്തു വെച്ചത്. പക്ഷേ പിന്നീട് ഹർജി പരിഗണിച്ചപ്പോഴാണ് അഭിഭാഷകൻ അറിയിച്ചത് ഇതിനു മുൻപ് ഒരു ഹർജി ഉണ്ടായിരുന്നു. ആ ഹർജിയിൽ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക സമിതി രൂപീകരിച്ച് ആ സമിതിയും കൂടി അംഗീകരിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ അംഗീകരിക്കപ്പെട്ടുള്ളത്. ഹൈക്കോടതി അംഗീകരിച്ചു. ഈ റിപ്പോർട്ട് റദ്ദാക്കിക്കൊണ്ട് വീണ്ടും അന്വേഷിക്കണമെന്നാണ് അതിജീവിതയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ അന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ പദവിയിൽ ഇരുന്നിരുന്ന ഇപ്പോഴത്തെ ജില്ലാ ജഡ്ജിയാണ് ആ പദവിയിൽ വരുന്നത്. ഇപ്പോഴത്തെ ഇത് ഹർജി പരിഗണിച്ച ന്യായാധിപൻ അത് വീണ്ടും അത് തന്നെ പരിഗണിച്ച് ഇത് റദ്ദാക്കണമെന്ന അത് അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു സമിതി അംഗീകരിച്ച ഒരു റിപ്പോർട്ട് റദ്ദാക്കണമെന്ന ആവശ്യം പരിഗണിക്കുന്നതിലുള്ള ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഹർജി പരിഗണിക്കുന്നത് പിന്മാറിയത്. ഇനി മറ്റൊരു ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചു. രാജേഷും, മറ്റൊന്ന് ഇന്നിപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പിലുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ്. സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് വൈകിട്ട് വരും അല്ലേ? തീർച്ചയായും ഇന്ന് വൈകിട്ടോടെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് കോടതി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ പ്രത്യേക അന്വേഷണ സംഘ തലവൻ നേരിട്ട് ഹാജരായി ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടും അതിൽ നിന്ന് മുമ്പ് ഫോറൻസിക്കിന് വിട്ടിരുന്ന ആ ഫോറൻസിക്കിന്റെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും ഹൈക്കോടതിയും മുദ്രവെച്ച കവറിൽ കൈമാറിയിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശേഷം തുടർ അന്വേഷണം എങ്ങനെ വേണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണം. കാരണം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നിലവിലുള്ള രീതി. അതുകൊണ്ട് തന്നെ തുടർ അന്വേഷണം ആരിലേക്കൊക്കെ വ്യാപിപ്പിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നെല്ലാം ഹൈക്കോടതി ഉത്തരവിലൂടെ നിർദ്ദേശം നൽകും. പക്ഷേ ഭരണം മാറിയ സാഹചര്യത്തിൽ ഈ ഹൈക്കോടതി നിർദ്ദേശവും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള അന്വേഷണ പുരോഗതിയും വളരെ നിർണായകമാകും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം സ്വർണ്ണക്കൊള്ള കേസിൽ പല ആരോപണങ്ങളും പ്രത്യേക അന്വേഷണ സമിതിക്കെതിരെ തന്നെ വന്നിരുന്നതാണ്. ഇതിനെല്ലാം ഒരു മറുപടിയായി ഒരു ഊർജ്ജസ്വലമായ ഒരു അന്വേഷണം, അതായത് ഈ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് ഹൈക്കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സംസ്ഥാനത്ത് 3 ദിവസം കനത്ത മഴ തുടരും. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. മഴയ്ക്കൊപ്പം മിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരളം, ലക്ഷദ്വീപ്,
കർണാടക തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. പാലക്കാട് കുഴൽമന്ദത്ത് കിണർ ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കുഴൽമന്ദം സ്വദേശി രാംദാസ് ആണ് മരിച്ചത്. കിണർ വൃത്തിയാക്കുന്നതിനിടെ മണ്ണിടിയുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ. പട്ടം ഗേൾസ് സ്കൂളിലെ മതിൽ പൊളിഞ്ഞു വീണു. പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നത്. സമീപത്തുള്ള മതിലും അപകടാവസ്ഥയിലാണ്. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് ഈ സ്കൂളിലാണ്. പത്തനംതിട്ട കൂടൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മുകളിലേക്ക് വലിയ ആൽമരം കടപുഴകി വീണു. പുലർച്ചെ വീശിയടിച്ച കാറ്റിലാണ് മരം വീണത്. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി. ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്ന് ആരോപണമുണ്ട്. മരം മുറിച്ചുമാറ്റണമെന്ന് ജില്ലാ പഞ്ചായത്തിനോട് പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും ഫണ്ടില്ലെന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് കൈയൊഴിയുകയായിരുന്നു. തൃശ്ശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണ് മേൽക്കൂര തകർന്നു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് പരാത്തുകുളം കല്ലൂർ മഠത്തിൽ കൃഷ്ണറാവുവിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ പുറകുവശത്ത് നിന്നിരുന്ന വലിയ തെങ്ങ് ശക്തമായ കാറ്റിൽ വേരോടെ പിഴുത് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകടത്തിൽ വീടിന്റെ പിൻവശത്തെ ഷീറ്റിട്ട ഭാഗം പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് കൃഷ്ണറാവുവിന്റെ മകൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ സതീഷ് കുമാറിന്റെ ഭാര്യയും കുട്ടികളുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അപകടത്തിൽ ആളപായമില്ല. വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തേക്ക് ഓടിയിറങ്ങി. അപ്പോഴാണ് തെങ്ങ് കടപുഴകി വീണത് കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയും നാട്ടുകാർ സ്ഥലത്തെത്തി മരം മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയുമായിരുന്നു. മഴയുണ്ടായതിനെ തുടർന്നാണ് വീടിൻ്റെ ഇടതുവശത്തുള്ള തെങ്ങ് ബാക്ക് സൈഡിൽ പിൻവശത്തേക്ക് മറിഞ്ഞു വീണത്. മറിഞ്ഞു വീണെ തുടർന്ന് പിൻവശത്തെ വീടിൻ്റെ മൊത്തം ഭാഗങ്ങൾ ഡ്രസ് ചെയ്തതും എല്ലാം കൂടി മൊത്തം മറിഞ്ഞു വീഴുണ്ടായിട്ടുള്ളത്. ഞാനും ഭാര്യയും കുട്ടികളാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കണ്ടായത്. നോക്കിയപ്പോൾ വാഷിംഗ് മെഷീൻ അടക്കം കുറേ വീട്ടുപകരണങ്ങൾ നാശമായി പോയിട്ടുണ്ട്. വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടി കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഡൽഹിയിൽ തുടരുന്നു. 23 പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. നീറ്റ് അടക്കം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യ സഖ്യം ചർച്ച ചെയ്യുമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും ഡൽഹിയിൽ പറഞ്ഞു. DMK ഇന്ത്യ സഖ്യം വിട്ടത് യോഗത്തിൽ തീരുമാനിക്കും. TVK ഇന്ത്യ മുന്നണിയിൽ എത്തുമോ എന്നതും യോഗത്തിന് ശേഷം കോൺഗ്രസാണ് പറയേണ്ടത് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഡൽഹിയിൽ തുടരുകയാണല്ലോ. 23 പാർട്ടികളാണല്ലോ പങ്കെടുക്കുന്നത്. ഇന്നത്തെ യോഗത്തിന്റെ ഒരു അജണ്ട അത് എങ്ങനെയാണ്? എത്ര കണ്ട് നിർണായകമാണ് ഇന്നത്തെ യോഗം? പ്രതിപക്ഷ മുന്നണിയുടെ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറ്റ് 23 പാർട്ടികൾ കൂടി പങ്കെടുത്തിട്ടുള്ള യോഗം കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേരളവും തമിഴ്നാടും ബംഗാളും അസമും പുതുച്ചേരിയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ പ്രതിപക്ഷ കൂട്ടായ്മയുടെ യോഗമാണ്. അതിൽ ഈ സംസ്ഥാനങ്ങളിൽ വലിയ പരാതികൾ, അതായത് ജാർഖണ്ഡിൽ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മുന്നണി മര്യാദ പാലിക്കുന്നില്ല. ഒപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ബംഗാളിലാണെങ്കിലും അസമിലും പുതുച്ചേരിയിലും പ്രതിപക്ഷ കൂട്ടായ്മയിലെ എല്ലാ പാർട്ടികൾക്കും കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരുന്നത്. കേരളത്തിൽ കോൺഗ്രസിന് ഭരണം നേടാൻ സാധിച്ചു. തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസ് TVKയ്ക്കൊപ്പം പോയിക്കൊണ്ട് സർക്കാർ രൂപീകരിച്ചു. ഈ വിഷയങ്ങളെല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്യും. ഒപ്പം ഈ മാസം അവസാനം പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണ്. ആ സമ്മേളന കാലയളവിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ, നിലപാട് സ്വീകരിക്കണം, പ്രതിഷേധങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കണം എന്നത് സംബന്ധിച്ച് ഒരു വിശദമായിട്ടുള്ള ചർച്ച, പ്രത്യേകിച്ച് നിലവിൽ നീറ്റ് പരീക്ഷ ഉൾപ്പെടെ അത്തരത്തിലുള്ള പരീക്ഷാ ക്രമക്കേടുകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്തേക്ക് കോക്രോച്ച് പാർട്ടിയുടെ വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കപ്പുറത്തേക്ക് ഈ ജനങ്ങൾ മറ്റ് രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുന്നു എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അതിവേഗത്തിലൊരു പ്രതിപക്ഷ കൂട്ടായ്മയുടെ യോഗം കോൺഗ്രസ് ഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഒപ്പം നീറ്റ് പരീക്ഷ ഉൾപ്പെടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, വരാനിരിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ, അടുത്ത വർഷം ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കൂട്ടായ്മ എങ്ങനെ പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ ചർച്ച നടക്കും. അതിനിടയ്ക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവും അതൃപ്തിയും പ്രതിപക്ഷ കൂട്ടായ്മയിലെ തന്നെ പാർട്ടികൾ ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. CPM, JMM കൂടാതെ DMK ഈ പ്രതിപക്ഷ മുന്നണിയുടെ യോഗത്തിന് തന്നെ വന്നിട്ടില്ല. ഇനി കോൺഗ്രസിനൊപ്പം വേദി പങ്കിടില്ല എന്ന പ്രഖ്യാപനമാണ് DMK നടത്തിയത്.
നടത്തിയത്. പാർലമെന്റിനകത്ത് പ്രത്യേക ഇരിപ്പിടം അനുവദിക്കണമെന്ന DMKയുടെ കത്ത് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരുന്നു. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് കോൺഗ്രസിന് മുന്നണിയുടെ ആവശ്യമെന്നും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മുന്നണി മര്യാദ പാലിക്കാതെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നു എന്ന രൂക്ഷമായിട്ടുള്ള വിമർശനവും അതൃപ്തിക്കുമിടയിലാണ് ഇപ്പോൾ യോഗം പുരോഗമിക്കുന്നത്. ഇന്ന് യോഗം നടക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന് പുറത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ ഉയർത്തിയിരുന്നു. പ്രതിപക്ഷ മുന്നണി തകർക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന വിമർശനം ഉയർത്തിക്കൊണ്ടും ഈ ഓരോ സംസ്ഥാനങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് വിമർശനം ഉയർത്തിക്കൊണ്ടുമാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ഇറാനിൽ വീണ്ടും ശക്തമായ ആക്രമണം നടത്തി ഇസ്രയേൽ. കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിൽ നടത്തിയ മിസൈൽ വർഷത്തിന് തിരിച്ചടിയായാണ് ആക്രമണം. സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യ അതീവ ജാഗ്രതയിലാണ്. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാർ രാജ്യം വിടണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിലേക്കുള്ള യാത്ര ഇന്ത്യക്കാർ ഒഴിവാക്കണമെന്നും എംബസി. ഇറാന് ശക്തമായ തിരിച്ചടിയാണ് ഇസ്രയേൽ നൽകിയത്. പടിഞ്ഞാറൻ മധ്യ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ വ്യോമാക്രമണം. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ, തബ്രീസ്, ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ടെഹ്റാനിലെ പ്രധാന വിമാനത്താവളമായ ഇമാം ഖൊമേനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ചുറ്റുമുള്ള വ്യോമപാത ഇറാൻ അടച്ചു. ഇതിനു പുറമെ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ഏപ്രിലിലെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടായിരുന്നു ഇറാന്റെ വ്യോമാക്രമണം. ഏകദേശം 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചതായാണ് റിപ്പോർട്ട്. ഈ മിസൈലുകളെല്ലാം തങ്ങളുടെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിജയകരമായി തകർത്തെന്ന് ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രയേൽ മന്ത്രി ഇറ്റ്മർ ബെൻ ഗിവിർ രംഗത്തെത്തിയിരുന്നു. ഇന്ന് രാത്രി ടെഹ്റാൻ കത്തണമെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത്. മേഖലയിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സേന അതീവ ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തെക്കൻ ഫിലിപ്പീൻസിലെ മിൽഡാനാവോ തീരത്ത് അതിശക്തമായ ഭൂചലനം. ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, പലാവു, തായ്വാൻ, പാപ്പുവ ന്യൂഗിനിയ എന്നിവിടങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഭൂചലനത്തിന്റെ തീവ്രത സംബന്ധിച്ച് വിവിധ ഏജൻസികൾ വ്യത്യസ്ത കണക്കുകളാണ് നൽകുന്നത്. ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസസിന്റെ കണക്കുപ്രകാരം റിക്ടർ സ്കെയിലിൽ 8.2 തീവ്രത. ഭൂനിരപ്പിൽ നിന്നും 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത്. കൊച്ചി ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ഭക്തിനിർഭരമായ പരിസമാപ്തി. പതിനായിരങ്ങളാണ് അമ്മയെ കണ്ട് അനുഗ്രഹം നേടാനായി ഇടപ്പള്ളി ബ്രഹ്മസ്ഥാനത്തേക്ക് എത്തിയത്. തന്നെ കാണാനായി എത്തിയ മുഴുവൻ ഭക്തർക്കും ദർശനവും അനുഗ്രഹവും നൽകി അമ്മ പുലർച്ചെയോടെയാണ് വേദിയിൽ നിന്ന് ഇറങ്ങിയത്. മംഗലാപുരം ബ്രഹ്മസ്ഥാനം മഹോത്സവത്തിനായി മെയ് 26 അമൃതപുരിയിൽ നിന്നാണ് അമ്മ യാത്ര തുടങ്ങിയത്. തുടർന്ന് കോഴിക്കോട്, തൃശൂർ ബ്രഹ്മസ്ഥാനം മഹോത്സവങ്ങൾക്ക് ശേഷമാണ് കൊച്ചിയിൽ എത്തിയത്. 13 ദിവസം നീണ്ട പര്യടനത്തിന് ശേഷമാണ് അമ്മ കൊച്ചിയിൽ നിന്ന് മടങ്ങിയത്. അമ്മയുടെ സന്നിധിയിൽ സംഗീതത്തിൻ്റെ മായാലോകം സൃഷ്ടിച്ച് അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയും പ്രശസ്ത പുല്ലാങ്കുഴൽ സംഗീതജ്ഞൻ രാജേഷ് ചേർത്തലയും. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിലായിരുന്നു ഭക്തിനിർഭരമായ ഗാനവിസ്മയം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് മുൻപിൽ ഓടക്കുഴൽ വായിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമായി കരുതുന്നുവെന്ന് രാജേഷ് ചേർത്തല പറഞ്ഞു. ഇടപ്പള്ളി ബ്രഹ്മസ്ഥാന മഹോത്സവ വേദിയിൽ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഭജന അങ്ങേയറ്റം ഭക്തി നിർഭരമായിരുന്നു. അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ ഗാനത്തിന് രാജേഷ് ചേർത്തല ഓടക്കുഴൽ വായിച്ചു. ഭക്തജനങ്ങൾ ആ നാദവിസ്മയത്തിൽ സ്വയം ലയിച്ചു. ഒരു ഗാനവും അറിഞ്ഞിട്ടല്ല വേദിയിൽ വന്നതെന്നും എന്നാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വളരെ നന്നായി വായിക്കാൻ സാധിച്ചു എന്നും രാജേഷ് ചേർത്തല പറഞ്ഞു. ഒത്തിരി സന്തോഷവും അനുഗ്രഹവുമാണ് ഇന്ന് അമ്മയോടൊപ്പം ഇവിടെ
വരാൻ സാധിച്ചതിൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. സ്വാമിയായിട്ടുള്ള ഭജന കോമ്പിനേഷൻ വേറെ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. കാരണം നമ്മൾ ഒരു പാട്ടും അറിഞ്ഞിട്ടില്ല ഇവിടെ വന്ന് തരുന്നത്. ആ ഒരു മൂഡിൽ ആ ഒരു ബ്ലെസ്സിങ്ങിൽ വായിക്കാൻ പറ്റിയതാണ്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് ഹൃദയം നിറഞ്ഞൊരു അനുഭവമായിരുന്നു. പ്രാർത്ഥനാപൂരിതമായൊരു അനുഭവമായിരുന്നു. 1 മണിക്കൂറോളമാണ് സംഗീതത്തിന്റെ മായാലോകം വേദിയിൽ തുടർന്നത്. ഭക്തജനങ്ങൾ എല്ലാവരും അതിൽ മുഴുകി പ്രാർത്ഥനയോടെ ഇരുന്നു. അമ്മയുടെ ദർശനത്തിന്റെ അനുഗ്രഹത്തിനൊപ്പം സംഗീതവും ആസ്വദിച്ചാണ് ഭക്തർ മടങ്ങിയത്. അമൃത ന്യൂസ്, കൊച്ചി. കരിപ്പൂരിൽ സ്വർണവുമായി എത്തുന്ന യാത്രക്കാരനെ തട്ടിക്കൊണ്ടുപോകാനെത്തിയ 13 അംഗ സംഘം പോലീസിന്റെ പിടിയിൽ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ പടന്നോട്ട് സ്വദേശി കൈപ്പേക്കണ്ടി അൻസാറിന്റെയും പരപ്പനങ്ങാടി പുത്തൻകടപ്പുറം അലി അക്ബറിന്റെയും നിർദ്ദേശപ്രകാരമാണ് സംഘം എത്തിയത്. അറസ്റ്റിലായ പ്രതികൾ ബോംബ് കേസ്, കൊലപാതക ശ്രമം, ഹൈവേയിലെ പിടിച്ചുപറി തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നേരത്തെ ജയിലിൽ കിടന്നവരാണ്. 3 പേർ കാറിൽ രക്ഷപ്പെട്ടു. 2 കാറുകളും ഒരു സ്കൂട്ടറും പിടിച്ചെടുത്തു. കാഫിൽ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിബേഷ് രാമകൃഷ്ണൻ, മനീഷ്, അതുൽ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. വടകര ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. റെഡ് വോളണ്ടിയേഴ്സ് ബറ്റാലിയൻ വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളാണ് അതുലും മനീഷും. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് കിക്ക് ഓഫ് കുറിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മലപ്പുറം നഗരത്തെ ഇളക്കിമറിച്ച ആരാധകരുടെ വമ്പൻ വിളംബര റാലി. മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം കൂറ്റൻ കട്ടൗട്ടുകളായി നിരത്തിലിറങ്ങിയപ്പോൾ കാൽപന്ത് കളിയോടുള്ള മലപ്പുറത്തിന്റെ അടങ്ങാത്ത ആവേശം വീണ്ടും തെരുവുകളിൽ അലയടിച്ചു. ഇതാണ് മലപ്പുറം. പന്തിൻ്റെ ചലനങ്ങൾക്കൊപ്പം നെഞ്ചിടിപ്പ് കൂടുന്ന ഫുട്ബോളിൻ്റെ സ്വന്തം മണ്ണ്. ലോകകപ്പിന് വിസിൽ മുഴങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മലപ്പുറം ഫുട്ബോൾ ലഹരിയിലേക്ക് മാറിക്കഴിഞ്ഞു. ലോകകപ്പിൻ്റെ വരവറിയിച്ച് ഓൾ കേരള സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷനും മലപ്പുറം പ്രസ് ക്ലബ്ബും സംയുക്തമായി നടത്തിയ വിളംബര ജാഥയിൽ ആവേശം അലതല്ലി. 6 അടി ഉയരമുള്ള കൂറ്റൻ ലോകകപ്പ് മാതൃകയും 5 അടി വ്യാസമുള്ള ട്രയോണ്ട ഫുട്ബോളും റാലിക്ക് ഗാംഭീര്യമേകി. ലോകകപ്പിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെയും ഒപ്പം ഇന്ത്യയുടെയും പതാക ഏന്തിയായിരുന്നു റാലി. തങ്ങളുടെ പ്രിയ താരങ്ങളായ മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം 10 അടി ഉയരമുള്ള കൂറ്റൻ ബൊമ്മകളായി മലപ്പുറത്തെ തെരുവുകളിൽ നിറഞ്ഞാടി. പ്രിയപ്പെട്ട ടീമുകളുടെ പതാകയുടെ നിറത്തിൽ അണിയിച്ചൊരുക്കിയ വാഹനങ്ങളും ഇഷ്ട ജേഴ്സി അണിഞ്ഞ ആരാധകരും ചേർന്നതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ ഇളകിമറിഞ്ഞു. മലപ്പുറത്തെ ആവേശമാണ് ഈ കാണുന്നത്. ഫുട്ബോൾ ആയാലും മലപ്പുറത്ത് ഇങ്ങനെയാണ്. അടിപൊളി ആവേശത്തിലാണ് നമ്മുടെ ഒതുക്കൽ ചരക്കുള്ള ഫാൻ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ അടിച്ചു പഠിക്കാം നമുക്ക്. പോർച്ചുഗല് അല്ല, പിന്നെ മിഡ്ഫീൽഡ് കണ്ടില്ലേ? ആർക്കെങ്കിലും ഉണ്ടാകും മതി മിഡ്ഫീൽഡ്. ക്വാർട്ടർ ഫൈനൽ അർജന്റീനയും പോർച്ചുഗലാ കളി, അവിടെ തള്ളു. ഫൈനല് നെതർലാൻഡും പോർച്ചുഗലും ഫൈനൽ കളിക്കുന്നത്. എഴുതി വെച്ചോളെ അർജന്റീന. അതിനെന്താ പറയാൻ? സ്പോർട്സ് ആണ് ലഹരി എന്ന സന്ദേശമുയർത്തിയ റാലി മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ്. മഹേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മലപ്പുറം നഗരസഭാ അധ്യക്ഷ വി. റിനിഷ, KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. മുല്ലൻപൂരിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏക ടെസ്റ്റ് മത്സരത്തിന്റെ 3ാം ദിനവും ഇന്ത്യ പിടിമുറുക്കുന്നു. മാനവ് സുധാറിന്റെ ബൌളിംഗ് മികവിൽ അഫ്ഗാനിസ്ഥാൻ 1ാം ഇന്നിംഗ്സിൽ 152 റൺസിന് പുറത്തായി. ഇതോടെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 412 റൺസിന്റെ ലീഡായി. 2ാം ഇന്നിംഗ്സിൽ അഫ്ഗാൻ 2 വിക്കറ്റ് നഷ്ടത്തിൽ 77 റൺസ് എന്ന നിലയിലാണ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.